നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീലും ഹെയ്റ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ന് രാത്രി ഫിലാഡൽഫിയയിൽ നടക്കുന്ന കളി നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം നാളെ രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ഈ കളിക്ക് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയം വളരെ അനിവാര്യമാണ്. ആഴ്സണലിൻ്റെ താരം ഗബ്രിയൽ മെഗല്ലസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു, ആഴ്സണലിലുള്ള ഒരു കാര്യം ബ്രസീൽ ടീമിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നറിയോ? സെറ്റ് പീസുകളിൽ നിന്ന് ഗോളടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും. നമ്മൾ അദ്ദേഹത്തിൻ്റെ PCയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ക്ലബ് ലെവലിൽ ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യും, കാരണം ഒരുമിച്ച് തന്നെയാണല്ലോ വർഷം മുഴുവനുള്ളത്. ദേശീയ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് മാത്രം വർക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഡെഫിനറ്റ്ലി എന്നെ കൊണ്ടാവുന്ന പോലെ ഗോളുകൾ സെറ്റ് പീസുകളിൽ നിന്ന് സ്കോർ ചെയ്യാൻ ഞാൻ ടീമിനെ സഹായിക്കും. കാരണം ഞങ്ങൾക്കറിയാം സെറ്റ് പീസുകൾ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഡെഡ് ബോളിൽ നിന്ന് സ്കോർ ചെയ്യുക, ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ സഹതാരങ്ങൾക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആഴ്സണലിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ സഹതാരങ്ങളിലേക്ക് കൂടി വേൾഡ് കപ്പിൽ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബ്രസീലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ കൺസിഡർ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ബ്രസീൽ ടീം കഴിഞ്ഞ ഒരു 5-6 മത്സരങ്ങളായിട്ട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മാറ്റണം. അഞ്ചലോട്ടിയും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അത് ഏറ്റവും ഫ്യൂവസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യുന്ന ടീം ഏതാണോ അവരായിരിക്കും ചാമ്പ്യന്മാരെന്ന്. പക്ഷേ ബ്രസീൽ അങ്ങനെയല്ല, ഗോളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗബ്രിയൽ മെഗല്ലസ് പറയുന്നു, ഞങ്ങൾ ഗോൾ കൺസിഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ വലയിൽ ഗോൾ കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ വിജയത്തിന് കൂടുതൽ അടുത്താണ്. പക്ഷേ കളക്റ്റീവ്ലി നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഗോൾ കൺസിഡർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി നാളത്തെ മത്സരത്തിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക. ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ഫാൻസ് ഈ 2ാം റൗണ്ടിൽ ബ്രസീലിൻ്റെ കളിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വി നോ വാട്ട് വി ഹാവ് ടു ഡു ഓൺ ദി ഫീൽഡ്. കളിക്കളത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആദ്യ കളിയിൽ നന്നായിട്ടല്ലല്ലോ കളിച്ചത്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ കളിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഡിക്കേഷൻ, കളിക്കളത്തിലുള്ള സമർപ്പണം, അതാണ് വേണ്ടത്. സോ വി വിൽ ഡു എവറിത്തിങ് ടു എമർജ് വിക്ടോറിയസ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. വിജയിക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. അതാണ് അദ്ദേഹം ഇപ്പോൾ ആരാധകർക്ക് നൽകുന്ന ഉറപ്പ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.